നമോ നമഃ സദ്ഗുരുഭ്യോ നമോ നമഃ. നമോ നമഃ സദ്ഗുരുഭ്യോ നമോ നമഃ. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. വൈദേഹീ സഹിതം ദുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സുസ്ഥിതം. അഗ്രേ വാചയതി പ്രഭഞ്ജനസുതേ തത്വം മുനിഭ്യഃ പരം. വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം. വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. പൂജ്യായ രാഘവേന്ദ്രായ സത്യധർമ്മരതായ ച ഭജതാം കൽപവൃക്ഷായ നമതാം കാമധേനവേ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ശ്രീരാമനവമി ആഘോഷിക്കുന്ന ഈ പുണ്യവേളയിൽ ഒരു 5 മിനിറ്റ് നേരം രാമനാമത്തിൻ്റെ മഹിമയും അതോടൊപ്പം രാമായണത്തിൻ്റെ മഹിമയും ചെറുതായിട്ടൊന്ന് അനുസ്മരിക്കാം. മഹാഭാരതത്തിൽ ശരശയ്യയിൽ ശയിക്കുന്നതായ ഭീഷ്മപിതാമഹൻ്റെ അടുത്ത് യുധിഷ്ഠിര മഹാരാജാവ് ഒരു ചോദ്യം ചോദിക്കുന്നു. കിം ജപൻ മുച്യതേ ജന്തു ജന്മസംസാരബന്ധനാത്. എല്ലാ ധർമ്മശാസ്ത്രങ്ങളും കേട്ട് കഴിഞ്ഞാൽ അവസാനം ചോദിച്ച ഒരു ചോദ്യമാണ് കിം ജപൻ മുച്യതേ ജന്തു ജന്മസംസാരബന്ധനാത്. അതിന് മറുപടിയായിട്ടാണ് ആ പരമഭക്തനായ ഭീഷ്മപിതാമഹർ വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചു. അനേകം സഹസ്രനാമങ്ങളുണ്ടെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നിൽക്കുന്നത് വിഷ്ണു സഹസ്രനാമം. ആ വിഷ്ണു സഹസ്രനാമം അത് ഉപദേശിച്ചു കൊടുത്തു. ആ സമയത്താണ് പാർവതി പരമേശ്വരൻ്റെ അടുത്ത് ചോദിക്കുന്നത് കേനോപായേന ലഘുന. കാരണം മഹാദേവി എന്ന് പറയുന്നത് എല്ലാവർക്കും ആ ബ്രഹ്മാദി പിപീലികാന്ത ജനനി, എല്ലാവർക്കും മാതൃസ്ഥാനം അലങ്കരിക്കുന്നവളാണ്. അപ്പോൾ അവർക്കറിയാം കലികാലത്തിൽ എല്ലാവർക്കും ഈ സഹസ്രനാമം ചൊല്ലാനുള്ള സമയമൊന്നും കിട്ടില്ല. ഇപ്പോൾ എല്ലാവർക്കും സമയമില്ലാത്ത ഒരു കാലഘട്ടമാണ് ഒന്നിന്. ആ സമയത്ത് സാക്ഷാൽ എറണാകുളത്തപ്പൻ മഹാദേവൻ അവിടെ ഉപദേശിക്കുന്നുണ്ട്. എന്താ ഉപദേശിച്ചത്? ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാൻ. അപ്പോൾ ആ ശ്രീരാമ നാമത്തിൻ്റെ രാമ 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 എന്ന് 3 തവണ ഉച്ചരിച്ചാൽ തന്നെ വിഷ്ണു സഹസ്രനാമം മുഴുവൻ ജപിച്ച ഫലം അവിടെ ലഭിച്ചു കഴിഞ്ഞു. സഹസ്രനാമ തത്തുല്യം എന്നാണ്. അത്രയ്ക്കുണ്ട് ആ രാമനാമത്തിൻ്റെ മഹത്വം. ആ 3 തവണ രാമനാമം ജപിക്കാനുള്ള സമയം കൂടി നമുക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. അപ്പോൾ ഏതായാലും ആ രാമനാമത്തിൻ്റെ മഹത്വം, നാരായണ മന്ത്രത്തിൻ്റെ ദ്വിതീയാക്ഷരവും നമശിവായ എന്നുള്ള പഞ്ചാക്ഷരത്തിൻ്റെ ദ്വിതീയാക്ഷരവും രണ്ടും കൂടി ചേർന്ന രാമ എന്നുള്ള ആ നാമമുണ്ടായി. ആ രാമനാമത്തിൻ്റെ മഹത്വമാണ് രാമായണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. രാമചന്ദ്രസ്വാമി തൻ്റെ അവതാര ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് പോകുമ്പോൾ ആ സരയൂ നദിയിൽ ഇറങ്ങുമ്പോൾ ആ അയോധ്യ നഗരത്തിൽ ജനങ്ങളെ മുഴുവൻ വിളിച്ചു, ആർക്ക് വേണമെങ്കിലും എൻ്റെ കൂടെ ഇപ്പോൾ വരാം. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? കാരണം ഈ സകലവിധ പാപങ്ങളിൽ നിന്ന് അവർ മോചിതരായിരിക്കുന്നത്. കാരണം
രാമചന്ദ്രസ്വാമിയുടെ ഭരണകാലത്ത് ജനങ്ങൾക്ക് എപ്പോൾ നോക്കിയാലും രാമോ രാമോ രാമയിതി എന്ന് രാമായണത്തിൽ പറയണ്ടത്. എപ്പോൾ നോക്കിയാലും രാമ രാമ എന്നുള്ള ആ നാമം അവരുടെ വായിൽ വന്നുകൊണ്ടേയിരുന്നുണ്ട്. അതുകൊണ്ട് ആ ജീവിതകാലം മുഴുവൻ രാമ രാമ എന്നുള്ള ആ മഹത്തായ ആ നാമം ജപിച്ചുകൊണ്ട് അവർക്കെല്ലാവർക്കും വൈകുണ്ഠപ്രാപ്തി കിട്ടി. രാമചന്ദ്രസ്വാമി, ആ രാമചന്ദ്രസ്വാമിയുടെ ജീവിതകാലത്ത് ആ ചരിത്രം മുഴുവനുമാണ് വാൽമീകി 24,000 ശ്ലോകങ്ങളെ കൊണ്ട് രാമായണത്തിലൂടെ പ്രകീർത്തിച്ചത്. ആ വേദവേദ്യേ പരേ പുംസി ജാതേ ദശരഥാത്മജേ വേദപ്രാജേതസാദാസീത് സാക്ഷാത് രാമായണാത്മന. വേദങ്ങളിൽ പ്രതിപാദ്യ പുരുഷനായിരിക്കുന്ന ആ പരമപുരുഷൻ ഇവിടെ ശ്രീരാമചന്ദ്രസ്വാമിയായിട്ട് അവതരിച്ചപ്പോൾ സാക്ഷാൽ വേദം തന്നെ വാൽമീകി മഹർഷിയുടെ മുഖാരവിന്ദത്തിലൂടെ രാമായണം എന്നുള്ള രൂപത്തിലൂടെ അത് പുറത്തേക്ക് പ്രവഹിച്ചു. ഗായത്രി മന്ത്രത്തിന് തുല്യമാണ് ശ്രീമദ് രാമായണം. കാരണം 24,000 ശ്ലോകമുള്ളതായ ആ ശ്രീമദ് വാൽമീകി രാമായണം ഓരോ ശ്ലോകവും ആരംഭിക്കുന്നത് വേദത്തിലെ ഏറ്റവും പ്രധാന മന്ത്രമായ ഗായത്രിയുടെ ഓരോ അക്ഷരവും വെച്ചുകൊണ്ട് ആരംഭിക്കുന്നു. തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിതാമരം ആദ്യത്തെ ശ്ലോകം ആരംഭിക്കുന്നത് തന്നെയാണ് ഗായത്രിയുടെ ആദ്യത്തെ അക്ഷരം. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ 1000 ശ്ലോകം ആരംഭിക്കുമ്പോഴും ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അക്ഷരം ഗായത്രിയിലെ ഓരോ അക്ഷരമായി. അപ്പം അത് വേദത്തിന് തുല്യമായി. അങ്ങനെയുള്ള രാമായണം എല്ലാവർക്കും വായിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു, നിങ്ങൾ വായിക്കേണ്ട, ശ്രവണം ചെയ്താൽ മതി. ഭാഗവതത്തിൽ തന്നെ പറഞ്ഞു, ശ്രവണം കീർത്തനം വിഷ്ണോഹ സ്മരണം പാദസേവനം. അപ്പോൾ ശ്രവണത്തിനാണ് മുഖ്യത്. ഭാഗവതം ആരംഭിക്കുകയും പറഞ്ഞു ശുശ്രൂഷു ബിഹി തക്ഷണാത് ശ്രോതും ഇച്ഛുഹു ശുശ്രൂഷു. കേൾക്കണം എന്നുള്ള ആഗ്രഹം വന്നാൽ തന്നെ നമ്മുടെ മനസ്സ് ശുദ്ധമായി കഴിഞ്ഞോ ഭഗവാൻ ഹൃദയത്തിൽ പ്രകാശിക്കും. അങ്ങനെയുള്ള രാമായണം എങ്ങനെ ശ്രവണം ചെയ്യണം എന്നുള്ളതും നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു. യകർണാഞ്ജലി സമ്പുടൈരഹരഹ സമ്യക് പിബത്യാദരാത് വാൽമീകേർ വദനാരവിന്ദ ഗളിതം രാമായണാഖ്യം മധു. രാമായണം എങ്ങനെയുള്ളതാണ്? ഏറ്റവും മധുരരസം നിറഞ്ഞത്. മധു ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. മധു എന്ന് വെച്ചാൽ തേൻ. മധു ഇഷ്ടപ്പെടാത്തവരാരുമില്ല. അപ്പം ആ മധുരത്തിന് തുല്യമാണ് രാമായണം. ആ രാമായണം കാതുകൊണ്ട് കർണാഞ്ജലി സമ്പുടൈരഹരഹ സമ്യക് പിബതി ആദരാത് വാൽമീകേർ വദനാരവിന്ദ ഗളിതം രാമായണാഖ്യം മധു. അങ്ങനെ ശ്രവണം ചെയ്ത് കഴിഞ്ഞാൽ കർണാഞ്ജലി സമ്പുടൈഹി, ചെവിയുടെ പുറകെ കൈവച്ചുകൊണ്ട് വേണം. കാരണം ശബ്ദം ഒട്ടും വേറെ പുറത്തേക്ക് വരുത്. കംപ്ലീറ്റ് അത് ചെവി കൂടെ ഉള്ളിലേക്ക് ഹൃദയത്തിലേക്ക് ഇറങ്ങണം. അങ്ങനെ ആ ശ്രവണം ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഫലം എന്താണ്? ജന്മ വ്യാധി ജരാ വിപത്തി മരണൈഹി അത്യന്തസോപദ്രവം സംസാരം സവിഹായ ഗച്ഛതി പുമാൻ വിഷ്ണോഹോ പദം ശാശ്വതം. അപ്പോൾ ആ രാമായണം കാതുകളെ കൊണ്ട് വേണ്ട വിധത്തിൽ ശ്രദ്ധാപൂർവം ശ്രവണം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭഗവത് പ്രാപ്തി നമുക്കുണ്ടാവും. മാത്രമല്ല ഒരു ശ്ലോകം കൂടി വേണ്ട. ഭാഗവത്തിൽ പറഞ്ഞു ശ്ലോകം വാ ശ്ലോകാർത്ഥം വാ ശ്ലോകപാദം വാ എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞു ഏകൈകമക്ഷരം പ്രോക്തം മഹാപാതകനാശനം. രാമായണത്തിലെ ഒരക്ഷരം ചെവിയിൽ വീണാൽ മതി, കർണത്തിൽ വീണാൽ മതി, അത് മഹാപാതകനാശനം. അങ്ങനെയുള്ള ആ രാമായണം, അതിൻ്റെ നായകനായ ആ നാമത്തിൻ്റെ ഉടമയായ നാമിയുടെ നാമം രാമ എന്നുള്ളത് സദാ ജപം ചെയ്യുകയാണെങ്കിൽ സംശയിക്കേ വേണ്ട. ജന്മവ്യാധിജരാ വിപത്തി മരണൈരത്യന്തസോപദ്രവം സംസാരം സവിഹായ. ഈ സകലവിധ ദുഃഖങ്ങൾ, പിന്നീട് ജനന മരണത്തിന് എല്ലാത്തിൽ നിന്നും മോചനം നേടി, എല്ലാ ദുഃഖങ്ങളിൽ മോചനം നേടി
താപത്രയ ഉന്മൂലനം എന്നൊരു ഭാഗവതി പറഞ്ഞ പോലെ എല്ലാ താപങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടി നമുക്ക് ആ ഭഗവാന്റെ പാതാരവിന്ദത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെയുള്ള രാമനാമം സദാ ജപിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ആ രാമായണം കഴിയുന്നിടത്തോളം വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക, പാരായണം ചെയ്യുക. അല്ലാത്ത പക്ഷം കാതുകളെ കൊണ്ട് കേൾക്കുക. ചുരുങ്ങിയ പക്ഷം രാമനാമം സദാ ആ ചുണ്ടുകളിൽ അത് പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ എല്ലാവർക്കും. ഈ രാമനവമി വേളയിൽ, ഈ രാമനവമിയുടെ ആഘോഷിക്കുന്ന സമയത്ത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് യത്തപസ്സി കൗന്തേയ തത്പുരുഷമതർപ്പണം. ശ്രീകൃഷ്ണാർപ്പണമസ്തു.